ഈ സിനിമയിലുള്ള പരിചയമാണ് ബിജുവിലെ അതെ അതെ അതെ. എത്ര കാലം നിങ്ങൾ? ഞങ്ങള് 10 വർഷം കഴിഞ്ഞില്ല. ആ ഒരു 1997 അല്ല 2006 2007 10 വർഷം ആവുന്നതിന് മുമ്പേ. ആ സമയത്ത് സായിച്ചേട്ടനോട് പരിചയമുണ്ടല്ലേ? ആ സമയം സിനിമയിലുള്ള സമയം എനിക്ക് ബിന്ദുവിനേക്കാൾ കൂടുതൽ പരിചയമുള്ളത് ബിജുവായിട്ട്. ആണോ? കാരണം ഷാജി അത്ര ഫ്രണ്ട്ലി ആയിരുന്നു. അത്ര ഫ്രണ്ട്ലി മാത്രമല്ല, പറഞ്ഞു വന്നാൽ എനിക്ക് എൻ്റെ ആയിട്ടൊരു ബന്ധവും കൂടെ ഉണ്ട്. ഷാജി കൈലാസിന്റെ അസോസിയേറ്റ് ആയിരുന്നു. എനിക്ക് ബിന്ദുവിനേക്കാൾ കൂടുതൽ പരിചയം സത്യത്തിൽ ബിജുവായിട്ടാണ്. പിന്നെ ബിജുവിന്റെ വൈഫാണ് ബിന്ദു എന്നുള്ളതായിരുന്നു. നമുക്ക് ആർട്ടിസ്റ്റാണ്. പിന്നെ ബിന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ബിജുവിന്റെ ഹസ്ബൻഡ് വൈഫാണല്ലോ എന്നുള്ള രീതിയിലാണ്, അല്ലാതെ നമുക്ക് വേറെ. അല്ല, പക്ഷെ ഇതിന്റെ ഇടയിൽ നിങ്ങൾ തമ്മിൽ പ്രണയായിരുന്നുള്ള ഗോസിപ്പുകളൊക്കെ ഒരുപാട് പറഞ്ഞല്ലോ. ഒരുപാട് പറഞ്ഞു, എന്താ കരുതി കുട്ടി കൊന്നതാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ പറഞ്ഞ. നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തു, അങ്ങനെ വരെ പറഞ്ഞു. അങ്ങനെ വരെ പറഞ്ഞു. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്ത് പിന്നെ ബിജുവിന്റെ വർക്കിനുള്ള സമയത്ത് ഇവളാണെങ്കിൽ ചെറിയ ഇവളവിടെ ഉണ്ടാവും, ഇവളുടെ വർക്ക് സമയത്താണെങ്കിലും ബിജു അവിടെ ഉണ്ടാവും. അത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, എവിടെയും കണ്ടിട്ടുള്ളൂ. നിങ്ങളെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരിക്കലും? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലേ. ബിജുട്ടൻ കഴിക്കണേന് ഞാനിങ്ങനെ പറയും കഴിക്കണ്ടെന്ന് പറയും. അങ്ങനെ കഴിപ്പില്ല, എല്ലാ സിനിമാക്കാരും രാത്രിയാവുമ്പം കഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് പറയണതേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ നല്ല കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അതെ. എങ്ങനെയാണ് മരിച്ചത്? ഫിക്സ് വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ കഴിക്കുന്നുള്ളതുകൊണ്ട് ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അവർ ചാർട്ടിങ്ങൊക്കെ തൊട്ട് ഒരുമിച്ചുള്ളപ്പോഴും കഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചെക്കപ്പ് ചെയ്യും. പക്ഷെ ഒരു അസുഖമൊന്നും വരുന്ന ആളല്ല, പനി വന്നിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ദിവസം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷിവറിങ് വന്നു. അപ്പോൾ BP കൂടിയതാണോ നോക്കി. BP കൂടി അവർ തന്നെ ലക്ഷ്മി ഹോസ്പിറ്റൽ അരൂരുള്ള അവിടെ കൊണ്ടുവന്നു. എനിക്ക് ഫോൺ വന്നു. അപ്പോൾ അമ്മയോടൊക്കെ ചോദിക്കേണ്ട ചെറുപ്പത്തിൽ അങ്ങനെ വരാറുണ്ടോ? പറഞ്ഞു ഇല്ല, വന്നിട്ടില്ല, അങ്ങനെയൊന്നും അസുഖമൊന്നും വരില്ല എന്ന്. പിന്നെ പറഞ്ഞു ചിലപ്പം ഈ കഴിക്കണവർക്ക് ചിലവർക്ക് ഇത് പിടിക്കില്ല അത്രേ, ഞരമ്പിനെ ബാധിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പനി കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്നത്. അത് ഷൂട്ടിന് പോകണം. അന്ന് അവരുടെ വണ്ടി തിരിച്ചിടിപ്പിച്ചൊക്കെ ബിജുവേട്ടനാണ്. അന്ന് രാവിലെ ഒരു കുഴപ്പമില്ല, പനി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം എന്നാൽ കാണിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റലിലാക്കി അമ്മേനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പോയിട്ട് അന്ന് അമ്മ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് വരിക, അന്ന് അഡ്മിഷൻ ആയതിലും പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ കാണുന്നത് ഫിക്സ് വന്ന് എല്ലാവരും കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോണതാണ് കാണുന്നത്. അന്ന് വെന്റിലേറ്ററിലായി. ബ്ലഡ് ഒമിറ്റ് ചെയ്ത് ഇതെടുത്തുകൊണ്ട് പോണതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അമ്മയുടെ കരച്ചിലിപ്പോഴാണ് എനിക്ക് ആരാണിതെന്ന് പോലും എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് വെന്റിലേറ്ററിലായതാണ്. പിന്നെ ഒരു 34 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ കിട്ടിയില്ല.